ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രി RRB SSC യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം നമ്മുടെ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ജൂലൈ സെപ്റ്റംബറിലൊക്കെ വരും. അപ്പോൾ എന്താണ് NTPC എക്സാമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ റിജിൻ സാറും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഒരു നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പം എന്താണ് സർ ഇതിൻ്റെ എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ഒക്കെ? എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്ര ഏജ് വരെ എഴുതാൻ പറ്റും എന്നുള്ളത്. പേജ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം, നമുക്ക് 33 ഏജ് വരെ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. അപ്പം ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഈ വട്ടം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റില്ല, നമ്മുടെ ഏജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ വിളിക്കുന്നത് 30 വരെയാണ് സാധാരണ വിളിക്കുന്നത്. പക്ഷെ ഈ വർഷം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കോവിഡിന്റെ ഒരു +3 ഇയേഴ്സ് റിലാക്സേഷൻ കൂടി ചേർത്താണ് നമുക്ക് 33 ഇയേഴ്സ് വരെ ഉള്ള എല്ലാവർക്കും എഴുതാൻ പറ്റും. ഇത് കൂടാതെ നിങ്ങൾ റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ, ഇപ്പോൾ OBC SC ST ആണെങ്കിൽ അവർക്ക് പിന്നെയും ഒരു OBC ആണെങ്കിൽ 3 ഇയേഴ്സും SC ST ആണെങ്കിൽ 5 ഇയേഴ്സോടെ അഡീഷണൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് കൂടാതെ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ നേരത്തെയും പറഞ്ഞു, ഗ്രാജുവേറ്റ്സിന് എഴുതാൻ പറ്റും. പക്ഷെ ഇമ്പോർട്ടന്റ് എന്താണ്, +2 ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതിൽ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതും അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇതിന്റെ കീഴിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് അല്ലേ? കുറച്ച് വേക്കൻസി എന്ന് പറഞ്ഞ ആ ഒരു കുറച്ച് വേക്കൻസിയാണ് ഈ കാണുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഈ ഒരു 12th മാത്രം ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റുന്ന 5 പോസ്റ്റുകളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ റെയിൽവേയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, ഒരുപാട് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വട്ടം വേക്കൻസി വരുന്ന സമയത്ത്, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ചിലപ്പം ഇത്രയും പോസ്റ്റ് അല്ല, വേറെ പുതിയ പോസ്റ്റുകളും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ ഏതൊക്കെ പോസ്റ്റ് ആണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, ജൂനിയർ ടൈം കീപ്പർ, അതുപോലെ ട്രെയിൻസ് ക്ലർക്കും, പിന്നെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും ആണ് നമുക്ക് ഈ ഒരു 12th വെച്ച് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ആ ഒരു 5 പോസ്റ്റ്. ലെവൽ 2, ലെവൽ 3 കാറ്റഗറി വരുന്ന പോസ്റ്റുകളാണ് ഇതെല്ലാം തന്നെ. ഇനി ഇത് നമ്മുടെ 12th വരുന്ന പോസ്റ്റുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അണ്ടർ ഗ്രാജുവേറ്റ്സിനും അല്ലാത്ത ഗ്രാജുവേറ്റ്സിനും വേറെ പോസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒത്തിരി കവറ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്റ് ആണല്ലേ സർ, നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റ്, അതുപോലെ തന്നെ ട്രാഫിക് അസിസ്റ്റന്റ്, ഗുഡ്സ് ഗാർഡ്, ഈ പ്രധാന പോസ്റ്റുകളൊക്കെ തന്നെ നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ, അതിൽ സ്ട്രീം സ്പെസിഫിക്കേഷൻ അങ്ങനെയൊന്നുമില്ല, യൂണിവേഴ്സിറ്റി ഡിഗ്രി അത്രയും മതി. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് നേരത്തെ കണ്ട ജൂനിയർ പോസ്റ്റുകളുടെയൊക്കെ സീനിയർ പോസ്റ്റുകളാണ് നമുക്ക് ഇവിടേക്ക് കാണാൻ പറ്റുന്നത്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും, അതുപോലെ തന്നെ സീനിയർ ടൈം കീപ്പറും. സോ നേരത്തെ കണ്ട ജൂനിയർ പോസ്റ്റുകളുടെ സീനിയർ പോസ്റ്റുകൾ. സോ ഈ ജൂനിയേഴ്സിനെയൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യുന്ന ഡ്യൂട്ടിയൊക്കെ ആയിരിക്കും ഈ സീനിയർ പോസ്റ്റുകളിൽ വരിക. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയുന്നുണ്ട്. സോ ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഓവർവ്യൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്, അപ്പൊ നമ്മൾ ആ ഒരു ഇപ്പൊ കണ്ട കുറെ ഒരു ലിസ്റ്റ് കണ്ടു നമ്മൾ ഏതൊക്കെ പോസ്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പൊ അതിന്റെ ഓരോ പോസ്റ്റിന്റെയും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് എന്തൊക്കെയാണ് അവരുടെ ജോബ് റൂൾ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ അത് തന്നെ നമ്മൾ കണ്ടെന്നത്തെ ഏറ്റവും ചെറിയ പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പം നമുക്ക് അവിടെ ക്ലിയർലി അവരുടെ ജോബ് എന്താന്നുള്ളത് അവിടെ കാണാൻ പറ്റും. ക്ലർക്കൽ പോസ്റ്റ് ഉണ്ട്, അത് കൂടാതെ തന്നെ അവർക്ക് എന്തും വരുന്നുണ്ട്, ടൈപ്പിസ്റ്റ് എന്നൊരു കാര്യങ്ങളും കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലിയർലി നോക്കിക്കഴിഞ്ഞാൽ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് കംസ് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. അപ്പോൾ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, റെയിൽവേയിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു പോസ്റ്റ് ആണത്. അവരുടെ ജോബ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ ആണല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, സീനിയറിനെ അസിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഹയർ ഒഫീഷ്യൽസിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഒരു മെയിൻ ജോബ്. പിന്നെ ഉറപ്പായിട്ടും ടൈപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഫയൽസ്, ഡോക്യുമെന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഇന്റേണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. അപ്പം ഇതും ക്ലറിക്കൽ പോസ്റ്റാണ്, ടൈപ്പിസ്റ്റിൻ്റെ പോസ്റ്റാണ്, പക്ഷേ അക്കൗണ്ട്സ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവർ കൂടുതൽ മോണിറ്റർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒക്കെ ഇവർ ജസ്റ്റ് നോക്കുന്നതായിരിക്കും. പിന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സിലൊക്കെ ആയിരിക്കും ഇവർ കൂടുതലും ഡീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൻ്റെ പോസ്റ്റായിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത്
നമ്മുടെ ജൂനിയർ ടൈം കീപ്പർ. ജൂനിയർ പോസ്റ്റ്, ജൂനിയർ ടൈം കീപ്പർ. അപ്പം അവിടെ ജൂനിയർ ടൈം കീപ്പറിന്റെ ഒരു മെയിൻ റോൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീനിയർ ഉറപ്പായിട്ടും ഉണ്ട്. അവർക്ക് ആ സീനിയറിനെ അസിസ്റ്റ് ചെയ്യേണ്ടി വരും. അത് കൂടാതെ തന്നെ എന്താണ് ഈ ടൈം കീപ്പറുടെ ജോബ് എന്ന് ചോദിച്ചാൽ, അതിപ്പോ ജൂനിയർ ആയാലും സീനിയർ ആയാലും അവിടെ ടൈം കീപ്പറുടെ മെയിൻ ജോബ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഏതിന്റെ ഒരു ട്രെയിനിന്റെ അറൈവലിന്റെയും അതേപോലെ തന്നെ ഡിപ്പാർച്ചറിന്റെയും കറക്റ്റ് ആ ഒരു റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ മെയിൻ ജോബ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ റൺ ആയിക്കൊണ്ടിരുന്ന ട്രെയിൻ നെറ്റ്വർക്കിനെ ഒക്കെ തന്നെ കറക്റ്റ് ആയിട്ട് ലൈക്ക് എന്താ പറയാ ഡേറ്റാസ് സിങ്ക് ചെയ്യാനും അതിനൊക്കെ പറ്റത്തുള്ളൂ. അതിന്റെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സ്മൂത്ത് റണ്ണിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജോലിയാണ് അല്ലേ. ഒരു ട്രെയിൻ എവിടെ എത്തി, അടുത്ത സ്റ്റേഷനിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ ഇതിന് മുമ്പ് അത് എവിടെ എത്തി എന്നുള്ളത് ചെക്ക് ചെയ്യുന്നെങ്കിൽ ഈ ഡേറ്റാസ് അപ്ഡേറ്റ് ആയാൽ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റൂ. റിക്വയർഡ് ആയിട്ടുള്ള ഒരു ജോലി കൂടിയാണത്. സോ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടൈം ക്ലർക്ക് ആണ്. സോ അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഒരു ട്രെയിനിൽ എത്ര കോച്ചസ് ആണ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്, പിന്നെ ജനറലി ട്രെയിൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക തുടങ്ങിയ ജോലികളാണ് നമ്മുടെ ട്രെയിൻ ടൈം ക്ലർക്കിന് നോക്കേണ്ടതായിട്ട് വരുന്നത്. അടുത്തത് നമ്മുടെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. അപ്പം ഒരു ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അവിടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം റിസർവ്ഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ അൺറിസർവ്ഡ് ആയിട്ടുള്ളതും ടിക്കറ്റ്സ് നമുക്കറിയാം. നമ്മൾ ചില സമയത്ത് തത്കാലൊക്കെ എടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്ന് ഒരു സെപ്പറേറ്റ് ക്യൂവിൽ ചെന്ന് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ തന്നെ ഒരുപാട് പേരും അൺറിസർവ്ഡ് ടിക്കറ്റ്സ് കണ്ടിന്യൂസ്ലി എടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു ടിക്കറ്റ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഒരു കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്കിന്റെ ജോബ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രാഫിക് അസിസ്റ്റന്റ് ആണ്. സോ ഇതും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ജോലിയാണ്. സോ പല ഷിഫ്റ്റുകളിൽ ചെയ്യേണ്ട ഒരു ജോലി കൂടിയാണ് ഇത് വരുന്നത്. സോ ബേസിക്കലി ട്രാഫിക്, ഇപ്പോൾ ട്രെയിൻ ട്രാഫിക്കും അതിൻ്റെ സിഗ്നലിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സോ സിഗ്നലിംഗ് ഒക്കെ എല്ലാവർക്കും അറിയാം, കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ അതിൻ്റെയൊക്കെ കറക്റ്റായിട്ട് ആണോ എല്ലാം നടക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യുക, ചെക്ക് ചെയ്യുക. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ്, അതുപോലെ തന്നെ പാസഞ്ചർ സേഫ്റ്റിയും ഒക്കെ എൻഷുർ ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് നമ്മുടെ ട്രാഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോലി. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ഒരു പോസ്റ്റ് ആണ്. ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 പോസ്റ്റിലെ ഒരു പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്, ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗുഡ്സ് ഗാർഡ് എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് കേൾക്കുമ്പോൾ ഗുഡ്സിനെ ഗാർഡ് ചെയ്യുക എന്നൊരു ആംഗിളിലാണ് നമുക്ക് കേൾക്കുമെങ്കിലും അത് മാത്രമല്ല അവരുടെ ജോലി എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ആ ഒരു ഗുഡ്സിന്റെ ട്രാൻസാക്ഷനിൽ അവർ ഡെഫിനറ്റ്ലി അത് ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിന്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റി ഓക്കെ അതിനെ മാനേജ് ചെയ്യുക എന്നൊരു കാര്യം കൂടി ഒരു നമ്മുടെ ഗുഡ്സ് ഗാർഡിന് വരുന്നുണ്ട്. അതും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരുമായിട്ടായിരിക്കും, ആ ഒരു സ്റ്റേഷൻ മാസ്റ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ആ ഒരു ജോബ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആ ഒരു ഓടുന്ന ട്രെയിനിന്റെ മാനേജർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡ്സ് ഗാർഡ് ആണ് എന്ന് പറയാൻ പറ്റും. ബിക്കോസ് അതിന്റെ കംപ്ലീറ്റ്ലി ആ ഒരു ട്രെയിനെ മാനേജ് ചെയ്യുന്നത്, ട്രെയിനിൽ നിന്നുകൊണ്ട് ട്രെയിനെ മാനേജ് ചെയ്യുന്നത്, പുറത്തുള്ള സ്റ്റേഷൻ മാസ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അതൊരു ഗുഡ്സ് ഗാർഡ് ആണ് ചെയ്യുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോബാണ്. നെക്സ്റ്റ് നമ്മുടെ സീനിയർ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് ആണ്. സോ അപ്പം നേരത്തെ നമ്മുടെ സീനിയറിലേക്ക് വന്നിട്ടുണ്ട്. സോ അപ്പൊ ഇവിടേക്ക് ഇഷ്യൂ ചെയ്ത ടിക്കറ്റ് ഒക്കെ നേരത്തെ നമ്മൾ ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു, അതിന്റെ ടിക്കറ്റ്സ് ഒക്കെ ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ജോലികളാണ്. പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക, ഇച്ചിരി കൂടെ സീനിയർ പൊസിഷനിലേക്ക് വന്നിട്ടുള്ള ഒരു ജോബ് പ്രൊഫൈലാണ് ഇവിടെ വരുന്നത്. അതുപോലെ സീനിയർ ക്ലർക്ക് ടൈപ്പ് നമ്മൾ നേരത്തെ ജൂനിയർ കണ്ടായിരുന്നല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ജൂനിയറിനെ ഉറപ്പായിട്ടും ആ ജൂനിയർ അസിസ്റ്റ് ചെയ്യുന്നത് ഒരു സീനിയറിനെ ആയിരിക്കും അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സീനിയർ ആയിരിക്കും ആ ഒരു ജൂനിയർ കീപ്പ് ചെയ്യുന്ന എല്ലാ ഡേറ്റാസും റെക്കോർഡ്സും എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ക്ലിയർലി നമുക്കിവിടെ കാണാം ഓക്കെ, ആ ഒരു ജൂനിയറിനെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ക്ലർക്കൽ പോസ്റ്റുകൾ തന്നെയാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ അവിടെ ഫിനാൻസിന്റെ റെക്കോർഡ്സ് കൂടി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ സീനിയർ ആയതുകൊണ്ട് തന്നെ ആ റെക്കോർഡ്സ് എല്ലാം തന്നെ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള റിലേറ്റഡ് ആക്ടിവിറ്റീസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ ജോബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ സീനിയർ ടൈം കീപ്പറാണ്. സോ നേരത്തെ ജൂനിയർ ടൈം കീപ്പറിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ട്രെയിൻസിൻ്റെ അറൈവൽസും ഡിപ്പാർച്ചേഴ്സും ഒക്കെ നോക്കുന്ന ആൾ. സോ ഏകദേശം അതുപോലെ തന്നെ ഉള്ളതാണ്. പക്ഷേ ജൂനിയേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുക തുടങ്ങിയ ഇച്ചിരിയും കൂടെ മോണിറ്ററിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളായിരിക്കും ഇവർക്ക് ചെയ്യാനായിട്ടുണ്ടാവുന്നത്. സോ ഓരോ ട്രെയിനും ഏത് സമയത്ത് എവിടെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തത് കൊമേഴ്ഷ്യൽ അപ്രന്റീസ് ആണ്. അതിൽ വരുന്നത് നമുക്ക് കൊമേഴ്ഷ്യൽ ഡ്യൂട്ടീസ് ആണ് വരുന്നത്. ഒരു എന്താ പറയുക, നമുക്കിവിടെ വരുന്ന കുറേ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റേഷനിലേക്ക് വരുമ്പോൾ കുറേ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനെയൊക്കെ തന്നെ ആ ഒരു സ്റ്റാഫുകളെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ആ ഒരു ഇൻസ്പെക്ഷൻ ജോബ്സ് അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നത്.
ഇനി അടുത്തത് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററുടെ ജോലിയാണ്. സോ സ്റ്റേഷൻ മാസ്റ്റർ എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും അല്ലേ സാർ? സോ നമ്മളൊക്കെ സ്ഥിരം അറിയുന്ന ഒരു ടേമും കൂടിയാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. സോ അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ പെടുന്നത്. സോ ബേസിക്കലി ഒരു ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ്, അപ്പോൾ അവിടുത്തെ സ്റ്റാഫുമായിട്ട് നന്നായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക, ഓരോ സ്റ്റാഫിനും ഓരോരോ ഡ്യൂട്ടീസ് വീതിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ക്വയറീസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അപ്പോൾ മൊത്തത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫംഗ്ഷനിങ് ഒക്കെ എൻഷുർ ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം തന്നെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആണ്. സോ ഏറ്റവും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതും ഒത്തിരി പേർക്ക് ആഗ്രഹമുള്ള ഒരു പോസ്റ്റ് കൂടിയായിരിക്കും അല്ലേ? പ്രയോറിറ്റി പോസ്റ്റിൽ യെസ്, അങ്ങനെയുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ സാലറീസിനെ പറ്റിയിട്ടാണ് അല്ലേ? സോ സാലറീസ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം. സോ അപ്പം ഇതിനൊക്കെ പല പല സാലറീസ് ആണ് വരുന്നത്. സോ അപ്പോൾ അതിൻ്റെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ സാലറീസ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബേസിക് സാലറി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, കൊമേഴ്ഷ്യൽ കം ട്രെയിൻ ക്ലർക്ക്, ടിക്കറ്റ് ക്ലർക്കിനാണ്. ബാക്കി എല്ലാത്തിനും ഏകദേശം 20. ഇത് ബേസിക് പേ ആണ്. അതിലേക്ക് ബാക്കി അലവൻസസ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ. ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഇത്രയും നമ്മൾ നേരത്തെ ഓൾറെഡി പോസ്റ്റുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പേ തുടങ്ങുന്നത്, ആ ഒരു ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ പേ തുടങ്ങുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ 25,000 ആണ് ബേസിക് പേ തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പേ വരുന്ന ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ്. 35,400 ആണ് ബേസിക് പേ ആയിട്ട് തന്നെ വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളവരുടെ ആ ഒരു പേ ഇതിന്റെ ഇടയ്ക്കായിട്ട് ആണ് നിൽക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി പേയും 29,200 ആണ് വരുന്നത് പേ എന്ന് പറയുന്നത്. കമേഴ്ഷ്യൽ അപ്രന്റീസും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ അപ്പൊ ആ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സാലറി എന്ന് പറയുമ്പോൾ ബേസിക് പേ മാത്രമല്ല, ഇപ്പം ഏറ്റവും കൂടുതൽ ബേസിക് പേനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ലെവലിലേക്ക് വന്നു അലവൻസുകൾ എന്ന് പറയുന്നത്. 50% എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് പേയുടെ പകുതിയും ഡിയറൻസ് അലവൻസ് മാത്രമാണ്. ഇത് കൂടാതാണ് പിന്നെ ബാക്കി കുറെ അലവൻസുകൾ വരുന്നത്. അപ്പൊ എന്തൊക്കെ അലവൻസുകളാണ് വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ വരുന്ന മെയിൻലി വരുന്ന അലവൻസുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ഇത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് പറയാൻ പറ്റുന്നത്. 50% ആണ് ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ് വെച്ച് നമ്മുടെ ആ ഒരു സാലറി ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പേ നേരത്തെ നമ്മൾ സ്റ്റേഷൻ മാസ്റ്റർ വെച്ച് പറയുന്നത്, സ്റ്റേഷൻ മാസ്റ്റർ ഒരു പേ എന്ന് പറയുന്നത് റഫ്ലി നമ്മൾ 35,400 ആണ് പേ എങ്കിലും ആദ്യം തന്നെ എന്താവും ഇതിന്റെ ഹാഫ്, ഓൾമോസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു 18,000 അടുപ്പിച്ച് വരും. 17,000 സംതിങ് വരും, ഒരു 18,000 അടുപ്പിച്ച് വരും. അപ്പൊ ഏകദേശം ഇത് തന്നെ ആഡ് ആകുമ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് എത്ര ആയി? 48,000 ആയി, ഓൾമോസ്റ്റ് 50,000 അടുപ്പിച്ചെത്തി. ഇനി ഇതിലാണ് ഇനി ബാക്കിയുള്ള അലവൻസുകൾ ആഡ് ചെയ്യാനുള്ളത്. അപ്പം അവിടെ വരുന്ന വീണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലവൻസുകളാണ് HRA, അതുപോലെ ട്രാൻസ്പോർട്ട് അലവൻസ്, അതുപോലെ പിന്നെ ബാക്കി വരുന്ന ഒരുപാട് സ്പെഷ്യൽ അലവൻസുകളുണ്ട്. ടൈം ടു ടൈം കിട്ടുന്നുണ്ട്, പിന്നെ പെൻഷൻ സ്കീംസ് വരുന്നുണ്ട്, പിന്നെ മെഡിക്കൽ അലവൻസുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അലവൻസുകളാണ് നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റാഫിന്, ഇപ്പൊ ഈ ഒരു പോസ്റ്റിന് മാത്രമല്ല വേറെ പോസ്റ്റുകൾക്കും ഉണ്ട്, ഈ ഒരു പോസ്റ്റുകൾക്കൊക്കെ തന്നെ കിട്ടുന്നത്. പിന്നെ റെയിൽവേ ആയതുകൊണ്ട് ടിക്കറ്റ്സിനും കൺസെഷൻസും അങ്ങനെയുള്ള സ്ലാബുകളും ഒക്കെ കാര്യങ്ങൾ വേറെയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കരിയർ ഗ്രോത്തിനെ പറ്റിയിട്ടാണ്. സോ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റുകൾ കാണാം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ്. അപ്പോൾ ഇത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം. സോ ഒരു ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഒരു അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ലെവൽ വരെയാണ്. അതേപോലെ തന്നെ അക്കൗണ്ട്സ് ക്ലർക്കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു അസിസ്റ്റന്റ് മാസ്റ്റർ ടു ഗുഡ്സ് ഗാർഡ് ഒരു നേരത്തെ നമ്മൾ കണ്ടു, വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ, നല്ലൊരു ജോലിയാണ്. സോ ആ ഒരു ലെവലിലേക്ക് എത്താം. +2 കഴിഞ്ഞ ആളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ഗ്രാജുവേറ്റ് പോസ്റ്റ് അല്ല ഇതൊന്നും. പിന്നെ ജൂനിയർ ടൈം കീപ്പർ, വീണ്ടും സീനിയർ ടൈം കീപ്പർ ഗ്രേഡ് 1 മാറാം. ആൻഡ് ട്രെയിൻ ക്ലർക്ക്, ചീഫ് ട്രെയിൻ ക്ലർക്കായിട്ടും, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് വീണ്ടും ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് എത്താം. ഓക്കെ, അപ്പം ഒരുപാട് ലെവൽസും ഉള്ള നല്ല രീതിയിലുള്ള പ്രൊമോഷൻസും ഈ ജോലികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇത് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണല്ലേ, അല്ല ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ് ഇതെല്ലാം. പോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾറെഡി പോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇതിൽ വരുന്ന ഒരു എന്താ പറയാ പ്രൊമോഷൻ എവിടെ വരെ എത്താം എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ട്രാഫിക് അസിസ്റ്റന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് സീനിയർ ട്രാഫിക് അസിസ്റ്റന്റ് ആണ് പിന്നെ വരുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഗുഡ്സ് ഗാർഡ് ആണെങ്കിൽ ആൾ എവിടെ വരെ എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു പാസഞ്ചർ ഗാർഡും എക്സ്പ്രസ് ഗാർഡും സെക്ഷൻ കൺട്രോളർ എല്ലാം കഴിഞ്ഞ് ചീഫ് കൺട്രോളറുടെ പോസ്റ്റ് വരെയാണ് ഒരു ഗുഡ്സ് ഗാർഡ് എത്തുന്നത്. ഇനി അതിൽ തന്നെ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ ആള് അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ വരെ ഉള്ള പോസ്റ്റ് വരെ ആൾക്ക് ബൈ പ്രൊമോഷൻസ് എത്താൻ പറ്റും. അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിലും അതേ സെയിം അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററുടെ പോസ്റ്റ് വരെ എത്താൻ പറ്റും. ആൻഡ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ആണെങ്കിൽ ആള്
ഫിനാൻഷ്യൽ അഡ്വൈസർ, നമ്മുടെ ആ റെയിൽവേയിൽ അതെ, തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസർ അഡ്വൈസർ. എന്നുള്ള അത്രയും ഹൈ പോസ്റ്റ് വരെ എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കിട്ടുന്നത്. അതുപോലെ സീനിയർ ടൈം കീപ്പർ ആണെങ്കിൽ ആൾക്ക് അവിടെ സീനിയർ ടൈം കീപ്പർ ഗ്രേഡ് 1 ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. ആൻഡ് ഫൈനലി നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ, നിങ്ങൾക്ക് അറിയാം സ്റ്റേഷൻ മാസ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റ്. ആൾക്ക് എത്താൻ പറ്റുന്ന ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജർ, ഡിവിഷന്റെ തന്നെ ഓപ്പറേഷൻസ് മാനേജറിന്റെ പോസ്റ്റ്. ഓക്കെ, വളരെ ഹൈ പോസ്റ്റ് ആണ് അതെന്ന് പറയുന്നത്. അവിടെ വരെ എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത് ആൾക്ക്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ +2 അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറഞ്ഞു. ബാക്കി നമ്മുടെ 18 to 33 ഇയേഴ്സ്. നിങ്ങൾ ആരെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് 30 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഓർക്കുക, ഇവിടെ ഒരു 3 ഇയേഴ്സും കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. റെയിൽവേയുടെ മിക്ക എക്സാംസിനും വരുന്നുണ്ടല്ലേ സാർ? അത് RPF-നൊക്കെ ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന് അതിന്റെ ഡീറ്റെയിൽസ് ആണ്. പ്രോസസ്. അപ്പൊ നമുക്ക് ആ ഒരു നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് ആ ഒരു ജൂലൈയിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ആവും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും വെബ്സൈറ്റും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് അവിടെ വരും. ആൻഡ് ആ ഡീറ്റെയിൽസ് വന്ന ഉടനെ നിങ്ങൾ എല്ലാവരും അതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു ചാനൽ വഴി തന്നെ. സോ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്പും നമ്മളിപ്പോൾ RPF-ന്റെ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ അവിടെ NTPC വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓൺലൈൻ ആയിരിക്കും. ഓഫ്ലൈൻ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് ഇല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതേപോലെ നമുക്ക് അവിടെ വരുമ്പോഴത്തേന്ന് ആ ഒരു നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് മാത്രമേ അപ്ലൈ ചെയ്യൂ. നമ്മൾ ഒരുപാട് സൈറ്റുകളിൽ ഒരുപാട് ലിങ്കുകൾ കാണാറുണ്ട്, പലതും ഫേക്ക് ലിങ്ക്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒഫീഷ്യൽ സൈറ്റ് വഴി മാത്രം തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു എന്താ പറയാ ജനറൽ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ റീസെന്റ് വിളിച്ച എക്സാം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 500 ആണ് നമ്മുടെ ആ ഒരു ഫീസ് എന്ന് പറയുന്നത്, എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഫീസ്. പക്ഷെ അതിൽ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടാറുമുണ്ട്. അപ്പൊ NTPC-ലും അങ്ങനെ തന്നെ സംഭവിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ്, എസ്പെഷ്യലി എടുത്ത് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാറ്റഗറി വരുന്നില്ല. ലൈക്ക് അവര് ജനറൽ ആണോ OBC ആണോ അങ്ങനെ ഒന്നുമില്ല. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 250 rupees ഉള്ളു ഫീസ്. ആൻഡ് ആ ഒരു 250 rupees എന്ത് ചെയ്യും, ഉറപ്പായിട്ടും അവർക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ എക്സാം പാറ്റേണിനെ പറ്റിയിട്ടാണ്. സോ എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ റെയിൽവേയുടെ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT-യിലൂടെയാണ്. സോ CBT 1 ഉം 2 ആണ് ഉണ്ടാവുക. അതിനുശേഷം ചില പോസ്റ്റുകൾക്ക് ഒരു CBAT, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടി ഉണ്ടാവാറുണ്ട്. പിന്നെ ഡയറക്റ്റ്ലി ഡോക്യുമെന്റ് വെരിഫിക്കേഷനൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ അതിനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ CBT 1-ന്റെ പാറ്റേൺ ആണ്. സോ CBT 1 എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, റെയിൽവേയുടെ എക്സാംസിനൊന്നും സാധാരണ ഇംഗ്ലീഷ് ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും ഇംഗ്ലീഷ് ഇല്ല. മാത്സും റീസണിങ്ങും ജനറൽ അവയർനെസ്സും മാത്രമാണ് വരുന്നത്. 100 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും 100 ആണ്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വീതം വെയിറ്റേജ് വെച്ചിട്ട് 100 മാർക്കിലാണ് എക്സാം. 1.5 മണിക്കൂർ ഡ്യൂറേഷനിലാണ് നിങ്ങളപ്പോൾ ഈ എക്സാം എഴുതി തീരാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ CBT 1-ന്റെ പാറ്റേൺ ആണ്. ഇനി CBT 2-ന്റെ പാറ്റേൺ. അപ്പോൾ CBT 2-ലേക്ക് വരുമ്പോഴും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം മിസ് പറഞ്ഞ പോലെ CBT 1-ലുള്ള അതേ ടോപ്പിക്സ് ആണ് നമുക്ക് എവിടെയും വരുന്നത്, CBT 2-ലും വരുന്നത്. നമുക്ക് അതേ മാത്സും റീസണിങ്ങും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ജനറൽ അവയർനെസ്സും ഇതേ സെയിം ഏരിയാസ് തന്നെയാണ് Tier 2 നമ്മുടെ CBT 2-നും വരുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടിനും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് എവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത് CBT 1-ഉം CBT 2-ലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റിന്റെ കൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് നേരത്തെ 30 ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്ര ഉണ്ട്, 35 ഉണ്ട്. 5 കൂടി കൂടി മാത്സിലും റീസണിങ്ങിലും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഡെഫിനറ്റ്ലി നമ്മുടെ ജനറൽ അവയർനെസ് ആണ്. ബിക്കോസ് അവിടെ നമുക്കിപ്പം 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നേരത്തെ നിങ്ങൾക്കറിയാം 100 ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 120 ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ ഇമ്പോർട്ടന്റ് സമയം മാറുന്നില്ല. ടൈം നേരത്തെയും 1.5 മണിക്കൂറായിരുന്നു, ഇപ്പോഴും ടൈം എന്ത് തന്നെയാണ്, 1.5 മണിക്കൂർ തന്നെയാണ്. നിങ്ങൾ നോട്ട് ചെയ്യുക, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, രണ്ടിനും ഉണ്ട്. ആൻഡ് 0.1/3 അല്ലെങ്കിൽ 0.33 ആണ് നമ്മുടെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഫസ്റ്റത്തെ 2 CBTs-ൻ്റെയും പാറ്റേൺ ആണ്. സോ CBAT ഞാൻ പറഞ്ഞു, അതിപ്പം എല്ലാ പോസ്റ്റിനും ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതുപോലെ തന്നെ ട്രാഫിക് അസിസ്റ്റന്റിൻ്റെ പോസ്റ്റിലും ഉണ്ടാകും. ഇനി പിന്നെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ കുറച്ച് ക്ലറിക്കൽ പോസ്റ്റുകൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ ഒരു ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്കിൽ ടെസ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും അത്ര ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇതല്ല. സ്കിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി
CBAT മാത്രമാണ്. CBAT മാത്രമാണ്. സോ ടൈപ്പിംഗ് ടെസ്റ്റ് ഒന്നും ആരും പേടിക്കരുത് കേട്ടോ, കാരണം ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതൊക്കെ നമ്മുടെ NTPCയുടെ അതിൻ്റെ പോസ്റ്റുകളെ പറ്റിയിട്ടൊക്കെയാണ്. സോ പോസ്റ്റുകളൊക്കെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. എല്ലാവർക്കും അപ്പോൾ അപ്ലൈ കേൾക്കുന്നുണ്ടാവുള്ളൂ. അതെ, സോ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഏതെങ്കിലും ഒരു പോസ്റ്റ് ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. ഡെഫിനറ്റ്ലി. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നിങ്ങളുടെ പ്രിപ്പറേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റി പറയാനുള്ളത്, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചോളാം എന്ന് ആരും വിചാരിക്കേണ്ട, കാരണം ചിലപ്പോൾ എക്സാം പെട്ടെന്നൊക്കെ ആയിരിക്കും. സോ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. NTPCയുടെ ഒക്കെ ബാച്ചസ്, ലൈവ് ബാച്ചസ് ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കൗൺസിലറിൻ്റെ നമ്പറാണ്. സോ നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിക് കൗൺസിലറുമായിട്ട് ഒരു ഫ്രീ സെഷൻ ഈ നമ്പറിലൂടെ ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഇഷ്ടംപോലെ ഓഫേഴ്സിലും ആണ് നമ്മുടെ കോഴ്സസ് ഒക്കെ റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഗോൾഡ് ബാച്ചിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻറ്റർഷിപ്പോട് കൂടിയ പഠനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഒത്തിരി മെൻറ്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ തന്നെ ലൈവ് ക്ലാസ്സസ് ആണ് പോകുന്നത്. ഞങ്ങളുടെയൊക്കെ ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്. അതെ, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അതിന് ഫുൾ ടൈം ആക്സസ് ആണ്. അതിനിപ്പോൾ ഇത്ര നമ്പർ ഓഫ് ടൈംസ് ഒന്നുമില്ല, അൺലിമിറ്റഡ് ആക്സസ് ആണ്. അതിനുശേഷം ഇഷ്ടംപോലെ നമ്മുടെ അടക്കം ലൈവ് ക്ലാസ്സസ് പോകുന്നുണ്ട്. സോ നമ്മുടെ AI അസിസ്റ്റഡ് ആയിട്ടുള്ള ക്വിസസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സസിലൂടെയും അതുപോലെ തന്നെ ഈ ബാച്ചസിലൂടെയും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പം അതെ, മെന്റേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഓപ്പർച്യൂണിറ്റി ഒന്നും ആരും മിസ് ചെയ്യരുത്. മസ്റ്റായിട്ടും എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.